പൊതുവേ ഞാൻ ചെയ്യാത്തൊരു മേഖലയാണ് ജേർണലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സംഭവം എനിക്കത് അറിയാത്തതുകൊണ്ടല്ല, പകരം എനിക്കത് ചെയ്യാനുള്ള സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. എന്നാലും പലവട്ടം എനിക്കുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ളൊരു താല്പര്യം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈയിടെയായിട്ട് എൻ്റെ പഠിത്തം ഭയങ്കര മോശമാണ്. അപ്പോൾ വീക്ക്ലി പ്ലാനർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ബി ഹെൽപ്ഫുൾ, റൈറ്റ്? സോ അതങ്ങ് ഉണ്ടാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും ചെയ്യുന്നത്. ഇതിലേക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും പെന്നും ഹൈലൈറ്റർ അല്ലാണ്ട് വേറൊരു അഡീഷണൽ എന്ന് പറഞ്ഞ ഒരു സാധനം പോലും ഞാൻ പുറത്തുനിന്ന് എടുത്തില്ല. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്ക് ഏറ്റവും നല്ലൊരു വീക്ക്ലി പ്ലാനർ ഉണ്ടാക്കാന്ന് വെച്ചാൽ അതല്ലേ നല്ലത്. നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അടുത്ത രീതിക്ക് ഉണ്ടാക്കാം. അല്ലാത്ത വട്ടം നമുക്കുള്ളത് വെച്ച് ഓണം പോലെ എന്ന രീതിക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കിയത്. ഇതിൽ സത്യം പറഞ്ഞാൽ ഓരോ പോയിൻ്റ് അടക്കം ഞാൻ ഇങ്ങനെ സ്പെഷ്യലാണ് എനിക്ക് സംഭവം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയത്. അത് തന്നെ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഫിനിഷിൽ കിട്ടണമെങ്കിൽ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നതിനെക്കാട്ടും പാടാണ് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ ഏത് പോർഷൻ ആഡ് ചെയ്താലും എനിക്കൊരു 11 മിനിറ്റിൻ്റെ അത്ര വീഡിയോസ് വന്നു. അതിനൊക്കെ സ്പീഡിലാക്കി കുറച്ച് ഇങ്ങനെയൊക്കെ ആയി കിട്ടുമ്പോഴുള്ളത് സന്തോഷമാണ്. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടുമ്പോൾ തന്നെ കറക്റ്റ് 3 മിനിറ്റിനുള്ളിൽ ആക്കുകയെന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു. ബട്ട് ഇത് ഉണ്ടാക്കുന്ന സമയം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈബ് എനിക്ക് കിട്ടി ഉണ്ടാക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എല്ലാ വീക്കിലി പ്ലാനും ഇനി എല്ലാ വീക്കിലും നമുക്ക് കാണാം കേട്ടോ. എന്ന് വെച്ച് ഈ സാധനത്തിൽ തന്നെ എല്ലാ ആഴ്ചയും കൊണ്ടുവെക്കുന്നല്ല, പകരം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എല്ലാ വീക്കിലും കാണാം. കാരണം എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കാര്യം പറയുവാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും കാണാം ഈ ഒരു യെല്ലോ ഹൈലൈറ്റർ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു ഹൈലൈറ്ററാണ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണെന്നറിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്തിനടിച്ചാലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എനിക്ക് അങ്ങനത്തെ ഒരു കഴിവാണോ അതും എനിക്ക് മാത്രം തോന്നുകയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ യെല്ലോ കൊണ്ടായിട്ട് ഒരു ഫ്ലവറിലടിച്ചാലും അതും നല്ല ഭംഗിയിൽ കിട്ടും. അതേപോലെ ഞാനിപ്പോൾ എന്തിൽ കൊണ്ടടിച്ചാലും ശരി, എനിക്കതിനൊക്കെ ഒരു കംഫർട്ട്നെസ് എനിക്ക് അതിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ് അത്. പിന്നെ ഞാനിപ്പോൾ ഇത് എഴുതി കൂട്ടുന്ന ഫുള്ള് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഇന്ന് തൊട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയും സൺഡേ ഞാൻ ഇതേപോലെ വീക്ക്ലി പ്ലാനറിൻ്റെ വീഡിയോസ് ഇടും. എന്നിട്ട് നമ്മൾ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ടും ചെയ്യും. അതല്ലേ നല്ലത്. കാരണം മൺഡേ എന്ന് പറയുമ്പോൾ മൺഡേ എന്നൊക്കെ ആയിപ്പോൾ മൺഡേ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, പോസിറ്റീവ് ഡേ ആണ്. സെൻറ്റൻസ് എത്ര ഞാൻ എന്തെല്ലാമൊക്കെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. റീസൺ വേറെ ഒന്നല്ല, ഞാനിപ്പോൾ ഇത് കിട്ടിയൊരു സന്തോഷത്തിലാണ്. എന്താണെന്നറിയില്ല, ആ സന്തോഷം അത്ര എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളല്ല എനിക്ക് കിട്ടുന്നില്ല. എങ്ങോട്ടേലും പോകണമെങ്കിൽ പ്ലാനിടും, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്ലാനിടും, എന്നിട്ട് ആ പ്ലാൻ നടക്കുമോ ചോദിച്ചാൽ നടക്കില്ല. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ പിന്നെ ഈ പ്ലാനിങ്ങെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് തന്നെ ഞാൻ സത്യം വിചാരിച്ചു എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു. അതിപ്പോൾ നടക്കുന്നുണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു ചാറ്റ് നിങ്ങളും ഫോളോ ചെയ്തേക്കും. നല്ല